രണ്ട് വാചകങ്ങൾ കൂടെ എനിക്ക് ആ BJP നേതാവിനോടൊന്ന് പ്രതികരിക്കാനുണ്ട്. അഭിഭാഷകന്റെ പാണ്ഡിത്യം ഉപയോഗിച്ച് എങ്ങനെയാണ് NDA എന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ എങ്ങനെയാ ND അലയൻസ്, ND സഖ്യം അങ്ങനെയാണോ നിങ്ങൾ വിളിക്കാറുള്ളത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അല്പമൊക്കെ നിലവാരം വേണം. നിലവാരം BJP ആഫീസിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലത്ത് വല്ലതും പോയിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണെങ്കിലും അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. എന്താ അങ്ങ് കരുതിയിട്ടുള്ളത്? ND സഖ്യത്തിന്റെ നേതാവിനെ കുറിച്ച് പറയുന്നു അല്ലേ? ND സഖ്യത്തിന്റെ നേതാവിനെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചാലോ? വേണ്ട, കണ്ടാത്തോണ്ട. 3000 അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് ആ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവ്, അയാളുടെ വക്കാലത്തുമായിട്ടല്ലേ ഇപ്പൊ ഈ ചർച്ച വന്നിരിക്കുന്നത്? എവിടെ പോണു? വെള്ളം കുടിക്കും. ഇയാളൊരു മഹാനായി മാറി. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗതികേടുണ്ടോ? 3000 സ്ത്രീകളെ പീഡിപ്പിച്ച് അതിന്റെ അശ്ലീല ദൃശ്യം ഷൂട്ട് ചെയ്തവനെ ഇന്ത്യയിൽ നേതാവാക്കി അവതരിപ്പിച്ച് അവന് വേണ്ടി വോട്ട് തേടുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവന്റെ അച്ചാരമാക്കി ചാനൽ 4-ൽ വന്നിരിക്കുന്ന ND സഖ്യത്തിന്റെ നേതാവിന്റെ ഗതികേട് ഇന്ത്യയിൽ വേറൊരു പാർട്ടിക്കും ഇല്ല. കേട്ടല്ലോ? നോക്കിയടാ രോമ എന്നേക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വന്ന് മറ്റുള്ളവരെ പരിഹസിക്കാൻ. പിന്നെ കോൺഗ്രസ് പ്രതിനിധി കൂട്ടക്കോപ്പീട് നടത്തി ഡീബാർ ചെയ്യപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൂണ്ടിക്കാട്ടി തോറ്റുപോയോ ജയിച്ചുപോയോ എന്ന് പറഞ്ഞാണോ പരിഹസിക്കുന്നത്? ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇല്ല, കൊല്ലേ ഉള്ളൂ. അതാണ് അങ്ങയുടെ നിലവാരമെങ്കിൽ വയനാട് MP കാണുമ്പോൾ അങ്ങ് എന്താ വിളിക്കുന്നത്? അമ്മേട്ടി തോറ്റവനെ, അമ്മേട്ടി തോറ്റവനെ അങ്ങനെയാണോ വിളിക്കുന്നത്? അങ്ങയുടെ KPCC പ്രസിഡന്റ്, പഴയ പ്രസിഡന്റിനെ കാണുമ്പോൾ എന്താ വിളിക്കുന്നത്? എടക്കാട് 3 തവണ തോറ്റവനെ, എടക്കാട് 3 തവണ തോറ്റവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ കാണുമ്പോ കോട്ടയത്ത് തോറ്റവനെ, കോട്ടയത്ത് തോറ്റവനെ അങ്ങനെയാണോ അങ്ങ് വിളിക്കാറുള്ളത്? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? എന്തൊരു മാറ്റം, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. ഒന്നുമില്ലെങ്കിൽ എന്നെക്കള കുറെ അധികം ഓണമുണ്ടതല്ലേ, കുറെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതല്ലേ, എന്റെ കയ്യിൽ നിന്ന് പക്വതയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേടൊന്നും അങ്ങേക്കില്ലല്ലോ. എണീറ്റ് വരണ്ടേയിരുന്നു. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അല്പം കൂടെ പക്വതയോടുകൂടെ വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ക്ലാസ് എടുക്കാൻ, അതിനെ അഭിസംബോധന ചെയ്യാൻ. മാന്യതയുള്ള ചർച്ച നയിക്കപ്പെടുന്ന ഒരു വേദിയിൽ വന്നിരിക്കുമ്പോ ഇന്ന് നിന്റെ ദിവസമാടാ, ചിൽഡ്രൻസ് ഡേ.